രാവിലത്തെ സ്പീഡ് സൈഡിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു സ്വർണ്ണം കടയെന്തെങ്കിലും വാങ്ങിച്ചോളൂ. ഇതാ കണ്ടില്ലേ, 5 പവനുണ്ട്. 5 പവനോ? ഇവിടെ ഇന്നത്തെ വില അനുസരിച്ച് ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും ആയിക്കണമല്ലോ. അത്രയൊന്നും കൊടുത്തില്ല, 2000. 2000 രൂപ 5 പവനാ? അതെ, ഇത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ 5 പവന്റെ മാല. ഓ, മുക്ക് മണ്ടമാണല്ലേ? അങ്ങനെയും പറയാം. രാവിലെ കടയിൽ ഒരു ഈച്ചയും വന്നിട്ടില്ല. അല്ല, അപ്പൊ നിങ്ങൾ ലേറ്റസ്റ്റ് ന്യൂസ് ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, സംഭവം തന്നു. ആഹാ, ഇവിടെ അമ്പലത്തിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണനിധിയൊക്കെ കുത്തിത്തുറന്ന് ഇപ്പോ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അവസാനം എണ്ണി വന്നപ്പോ കണക്കിൽ രേഖപ്പെടുത്തിയ 2 തേങ്ങ കാണാനില്ല. വാട്ടർ ശശി, 2 തേങ്ങയില്ലേ? തേങ്ങയ്ക്കൊന്നും ഒരു വിലയില്ല. അതുമല്ല, തെങ്ങിക്കയറാൻ ആളെ കിട്ടാനില്ല. ഇത് ആ തേങ്ങയല്ല, തേങ്ങ പണ്ട് രാജാവ് ഭഗവാനെ കാഴ്ച വെച്ചതാണ്. ബെസ്റ്റ് കണ്ട ബെസ്റ്റ്. കേരളം അല്ലേ സ്ഥലം, വെട്ടി തുറക്കാത്ത താമസം ഈ അവനും അടിച്ചോണ്ട്. റേഡിയോയിലും ടിവിയിലും ഒക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ നിലവറയ്ക്ക് ചുറ്റും മെറ്റൽ ഡിറ്റക്ടർ, ക്ലോസ് സർക്യൂട്ട്, TV, പോലീസ്, പട്ടാളം എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പൊ ഇതൊന്നും ഭദ്രമല്ലേ? ലക്ഷങ്ങൾ മുടക്കി മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലിട്ടുണ്ടോ ചൈനീസ് ബാറ്ററിയാണത്രേ. അത് കുറച്ച് കഴിയുമ്പോൾ ലീക്കായി. അതുകൊണ്ട് എടുത്തവന്റെ പടമൊന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ചാനലുകാർ പറയുന്നത്. ഭഗവാനെ, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇനി നിധിയുടെ സുരക്ഷ ആരേറ്റെടുക്കും? അല്ല, പോലീസ് വല വീശിയിട്ടുണ്ട്. വീശു അവന്മാരെ ബിവറേജിന് മുമ്പ് വീശുകയായിരിക്കും. എന്തായാലും നാളെ ഹർത്താൽ ഉറപ്പ്. രാവിലെ കടയിൽ ഒരു ഈച്ചയും വന്നിട്ടില്ല. ഇനി നാളെ ഹർത്താൽ. എന്തൊക്കെ ആവുമോ എന്തോ. മുതലാളി, ലോട്ടറി അടിച്ചെന്നാണ് തോന്നുന്നത്. അതാ ഒരു മദാമ വരുന്നു. പിന്നൊരു കാര്യം, പൈസ ഇടപാടുകളെല്ലാം ഡോളറിലായിരിക്കണം. നോ റുപ്പീസ്. ഓക്കെ, മറക്കരുത്. ഗോഡ്സ് ആൻഡ് കൺട്രി. Welcome. Hello. Glad to meet you, madam. Oh, me too. My name Shashi. Hi, guys. I'm Margarita from London. Oh, welcome to Kerala, madam. God's own country. I know. I have read about it. But it's very hot here. Do you have bottled water? What, madam? Bottled water. Water. ഓ മുതലാളി, മദാമ മറ്റേ കുപ്പിയിലെ വെള്ളമാണ് ചോദിക്കുന്നത്. എടാ, ഇപ്പൊ ഈ കുപ്പിയിലെ വെള്ളം എടാ തുണ ഒരു കാര്യം ചെയ്യും. ആ ടേബിളിന്റെ പുറകെയില്ലേ ഇന്നലെ പൈപ്പിൽ നിന്ന് പിടിച്ച വെള്ളം ഒരു കുപ്പിക്കകത്ത് ഇരിപ്പുണ്ട്. ടാപ്പ് നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് മദാമ്മയ്ക്ക് കൊണ്ടുകൊടുത്തൊരു 50 രൂപ വാങ്ങിക്കണേ. അല്ല, മദാമ്മയ്ക്ക് ചായയോ പരിപ്പോടെ ആണെങ്കിൽ കടയിൽ നിന്ന് എടുക്കാം. മുളക് ബജി ഇന്നലെ ഉണ്ടാക്കിയതേ ഉള്ളൂ, ഇപ്പോഴും നല്ല ഫ്രഷാണ്. Hi, guys. I'd like to make an international call. Yes. Come, madam. Use that phone. Oh, thank you. ഈശ്വരാ, ഇന്നത്തെ കച്ചവടം. By the way, what is the code for Switzerland? Which country, madam? Switzerland, honey. Zurich. അയ്യോ, സ്വിറ്റ്സർലൻഡ്. കോഡ് എഴുതിക്കൊണ്ട് വെച്ചും പേപ്പർ ഇന്ന് കൊണ്ടുവന്നതും ഇല്ല. ഇനിയിപ്പോ എന്തോ ചെയ്യണേ? മുതലാളി, മാഡത്തിനോട് ആ ഫോൺ ബുക്ക് നോക്കി വിളിക്കാൻ പറ. Madam, do you see a phone book there? Yes. Go and take that book and call, madam. All international codes inside. Oh, how sweet of you. സുഗുണ, ആ ബുക്ക് വളരെ പഴയതാണ് കേട്ടാ. ഇനി അതിലെ കോർ വല്ലതും മാറിയോ?
പറയണം. എന്താണേ? ചൂട് ചൂട്. മാഡം, നോ AC here. Really? Yeah, no fan. Oh, only hand fan. Now that's sad. ശശി അവിടെ എന്താണേ? ഹാൻഡ് ഫാൻ, ഹാൻഡ് ഫാൻ. മതി. ഇനി മദാമ്മയ്ക്ക് ഞാൻ ഫാൻ കൊടുത്തോളാം. ഓക്കെ? അല്ല, മദാമ്മയ്ക്ക് കഴിക്കാൻ 4 മുളക് ബജി എടുത്തിട്ട് വരട്ടെ. ഇനി മദാമ്മയ്ക്ക് മുളക് വശം കൂടെ കൊടുത്ത് അവരെ വയറ് കേടായ പിന്നെ അതിന്റെ പേപ്പറും കൂടെ ഞാൻ തന്നെ അന്വേഷിക്കട്ടെ. Oh no! എടാ, ഇത് മദാമ്മയല്ല, സായിപ്പാണ്. സായിപ്പാണ്. ആൾമാറാട്ടം. ആൾമാറാട്ടം. Hey guys, back up! പോലീസ്, പോലീസ്. Hey, don't touch it! Don't touch my plate! എടാ, ഇവന്റെ കളഞ്ഞു പോയ സ്വർണ്ണ തേങ്ങ. ഇവനാണ് കള്ളൻ. പിടിക്കണവനെ. No, boys! Leave me! Leave me! No! നിലവറകൾ ഇനിയും തുറക്കുമോ? മൂല്യനിർണയം ലക്ഷങ്ങളും കോടികളുമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കൂ. അനന്തപത്മനാഭന്റെ ഈ അമൂല്യ സമ്പത്ത് ഇന്നത്തെ രാജ്യസേവകന്മാരുടെയും അധികാരികളുടെയും സ്വിസ് അക്കൗണ്ടുകളിൽ പണമായി മാറിപ്പോകുമോ? കോഹിന്നൂർ രത്നവും മയൂര സിംഹാസനവും നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ? അത് സംഭവിക്കാതിരിക്കുന്നതുവരെ നമ്മുടെ കണ്ണുകളും കാതുകളും ഇവയെ സംരക്ഷിക്കട്ടെ. ഉത്തിഷ്ഠത, ഉത്തിഷ്ഠ, ജാഗ്രത.